ഹേ ഓൾ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ 10th ലവ് ആനിവേഴ്സറി സെലിബ്രേഷൻ വ്ളോഗാണ്. ആക്ച്വലി മെയ് 14-നായിരുന്നു ഞങ്ങളുടെ 10 years ഓഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ 16-നാണ് വന്നിട്ടുണ്ടായത്, കഴിഞ്ഞ ദിവസമായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇത്രയും ഈ 9 വർഷവും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അക്കൂക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അക്കൂക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അക്കു അതിൻ്റെ കുറച്ച് മുന്നേ മുതൽ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ഥലമൊക്കെ നോക്കി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അക്കൂക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഇന്നത്തെ എന്താണ് പ്ലാൻ ഒന്നും ഒരു ഐഡിയ ഇല്ല. എല്ലാത്ത പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും പുറത്ത് പോയിട്ട് ഏതെങ്കിലും കഫേ പോയിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ 9 വർഷം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ സർപ്രൈസ് ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ പാലാരട്ടത്തുള്ളൊരു കഫേയിലാണ് പോകുന്നത്. അവിടെ എല്ലാം വിളിച്ച് പറഞ്ഞെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എന്തായാലും കാണാം. അപ്പോൾ നേരെ നമുക്കിനി വീഡിയോ പോവാം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അക്കൂക്ക് അറിയാമായിരുന്നു നമ്മളൊരു കഫേയിൽ പോവാണ്, സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണെന്നുള്ള കാര്യങ്ങളൊക്കെ അക്കൂക്കും അറിയാം. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കണേണ്. അപ്പോൾ ഒരു 3 o'clock-നായിരുന്നു കേട്ടോ ഞാനപ്പോൾ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ആക്ച്വലി ഒരു 12 o'clock-നായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു 3 o'clock-നേ വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അതൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ ആ കഫേ എത്തി. അപ്പോൾ അക്കൂക്കൊന്നും ഒരു ഐഡിയ ഇല്ല. അതിനോട് ഫസ്റ്റ് മോൻ നടക്കുന്നുണ്ട്, അക്കുതേ നടക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എന്തോ കാര്യത്തിൽ എൻ്റെ വീഡിയോ കട്ടായിപ്പോയി. ആ മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഞാനപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അക്കു ഭയങ്കരമായിട്ട് സർപ്രൈസായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അക്കുടെ മൊത്തം സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും 10 വർഷം കേട്ടോ ഒന്നിച്ചുള്ള 10 years, അതായത് ഞങ്ങൾ പഠിക്കുന്ന കാലം നമ്മൾ എല്ലാ സ്റ്റേജിലും നമ്മുടെ കൂടെ നമ്മൾ ഒന്നിച്ച് ഇവിടം വരെ എത്തി. ഞങ്ങൾ ഒന്നിച്ച് ഡിഗ്രിയൊക്കെ പഠിച്ചു. പിന്നെ അതിന് ഒന്നിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് ഞങ്ങൾ രണ്ടുപേരും മാരേജ് ചെയ്തു. പിന്നെ ഞങ്ങൾ ലൈഫ് ഇവിടം വരെ എത്തി, അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഒരു ജേർണി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണിലുണ്ട്. എന്താ പെട്ടെന്ന് പോയതുപോലെ ആ ഒരു ടൈം, ഇപ്പോഴും ആ ഒരു കോളേജിൽ പഠിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ഇതാട്ടോ. പെട്ടെന്ന് ഇത്രയും ടൈം പോയി. നമുക്ക് രണ്ടുപേർക്കും അതെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 വർഷമായിരുന്നു. അങ്ങനെ അതേ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അവർ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴേ നമുക്ക് ആ ഫോഗൊക്കെ സെറ്റ് ചെയ്തതുള്ളൂ. പിന്നെ എടുത്ത് പറയണം, അവർ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്ത് തരും കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരാൾ വീഡിയോ എടുത്ത് തരാൻ വേണ്ടേ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു വേറെ ആരെങ്കിലും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് രണ്ടുപേർക്കും മാത്രം പോയാൽ മതി, ഞങ്ങളുടെ സെലിബ്രേഷനില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആരെയും ചൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൊണ്ടുപോകണോ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. സർപ്രൈസൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അങ്ങനത്തെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലാണ്. ഞങ്ങൾ പണ്ട് മുതലുള്ള ഞങ്ങളുടെ ശീലമാണ്. വി യൂസ് ടു ഷെയർ ഗിഫ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ പ്രാവശ്യം അക്കും മറക്കാണ്ട് എനിക്കും മസ്കറ്റിൽ നിന്ന് തന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അക്കുക്ക് സർപ്രൈസായിട്ട് ആണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അക്കുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു അക്കുക്ക് ഒരു പ്രീമിയം ഫോൺ മേടിച്ചു കൊടുക്കണം എന്നുള്ളത്. അക്കുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോൺ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മേടിച്ചത് iPhone 16 Pro ആട്ടോ. അതായത് ഒരു 5 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ പോയിട്ട് ലുലുന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം. മീൻസ് അക്കു എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് മേടിച്ച് തരാറുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ കുറച്ചും കൂടെ ഞാൻ കൊടുത്തതിൽ അക്കു സർപ്രൈസായ ഒരു ഗിഫ്റ്റ് ഇതായിരിക്കും. കാരണം ഒട്ടും പ്രതീക്ഷിക്കണില്ല, ആളൊട്ടും പ്രതീക്ഷിക്കണില്ല. അപ്പോൾ ഇവർ നന്നായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നിട്ട് ആ കഫേയിലുള്ള ആൾക്കാരെ ഞാൻ സമ്മതിക്കണം. കാരണം ഓരോരോ കാര്യങ്ങൾ അവർ വന്നിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്തൊക്കെ തരിക. ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അക്കുക്കും അത് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത്. പിന്നെ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്, ഇവിടെ മെട്രോ പണി നടക്കണമുണ്ട്, ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് പേസ്ട്രീസും കുറച്ച് ഷേക്ക് ജ്യൂസ് അങ്ങനത്തേക്കുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട് ഷേക്കായിരുന്നു പറഞ്ഞിട്ട്. അത് നല്ല ഷേക്കായിരുന്നു കേട്ടോ. അടിയിലൊക്കെ ഒരുപാട് നട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഷേക്കായിരുന്നു. അപ്പോൾ ഒരു
ബ്ലൂ മൊജീറ്റോ ആയിരുന്നു. എനിക്ക് മൊജീറ്റോ പൊതുവെ ഇഷ്ടമില്ല. അങ്ങനെ അങ്ങ് അതൊക്കെ കുടിച്ച് കുറേ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എന്താ പറയുക, ഒരു നല്ലൊരു മാഷാഅല്ലാ അൽഹംദുലില്ലാ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കഫേയിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അപ്പോൾ അടുത്ത ടേബിളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വേറൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൈം അനുസരിച്ചാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അക്കു ഭയങ്കര ഹാപ്പിയാണ്. അതിനെക്കാട്ടി അപ്പുറം കൂടെ ചിരി കണ്ടപ്പോഴത്തേക്കും അതിനെക്കാട്ടി അപ്പുറം ഹാപ്പിയാണ് ഞാനും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ലവ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.